ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ തിരുവോണ ദിനാശംസകൾ. അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഊണ് കഴിക്കാനുള്ള സമയം വരുന്നതേ ഉള്ളൂ. പലയിടത്തും ചിലയിടത്തൊക്കെ ഊണ് കഴിച്ചു, നമ്മൾ ഊണ് കഴിച്ചിട്ടോ. നമ്മൾ ഊണ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഓണസദ്യയായിട്ടല്ല കഴിച്ചു. നമ്മൾ സാധാ എന്നും കഴിക്കുന്ന പോലെ തന്നെ ചോറും മീൻകറിയും സാമ്പാറും ഇച്ചിരി തോരനൊക്കെ ഉണ്ടാകും. നല്ലോണം കൂട്ടിട്ട് നമ്മൾ കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓണം ആഘോഷിക്കാറില്ല, ഓണം ഒരുങ്ങാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നും ഞാൻ 2-3 മണിയൊക്കെ ആയിട്ടൊക്കെ കഴിക്കാറുള്ളൂ. ഇന്ന് നേരത്തെ കഴിച്ചെന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ വീട് വരെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു 10-21 വർഷത്തോളമായി നമ്മൾ അനിയത്തിയായിട്ടൊക്കെ മിണ്ടാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവൾ എന്നെ കണ്ടപ്പോൾ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റും ഓണത്തിന് മക്കളെ ആയിട്ട്. അപ്പോൾ മക്കളെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല അവരാരും. മക്കളായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവിടെ വരെ ഒന്ന് പോകുന്നുണ്ട്. പോയിട്ട് വരാം. പിന്നെ എല്ലാവർക്കും ഈ വർഷത്തെ ഓണം സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ തൊട്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ മഴ പലയിടത്തും പ്രശ്നമാണ് അല്ലേ. പണ്ടത്തെ കൂട്ടൊന്നും ഓണത്തിന് അവിടെ ഇവിടെയൊക്കെ ക്ലബ്ബുകളിലെ പരിപാടി അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജംഗ്ഷന് ക്ലബ്ബുകാരുടെ പരിപാടി. ഇപ്പം അങ്ങനൊന്നും ഇല്ല. അപ്പം അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ കാണത്തുള്ളൂ. എന്നാൽ സ്ഥിരം എല്ലാ പ്രാവശ്യം പണ്ടത്തെ കൂട്ട് തന്നെ പരിപാടികൾ നടത്തിപ്പോകുന്ന ചില സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ ആഘോഷങ്ങൾ പലയിടത്തും തകൃതിയായിട്ട് നടക്കുന്നുമുണ്ട്. നമുക്കങ്ങനെ ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു വീഡിയോ പോലും ഞാൻ ഓണമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ലായിരുന്നു. പക്ഷേ ഇന്നൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇടണമെന്ന് തോന്നിയിട്ട് ആണിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്. അതപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. 10-22 വർഷത്തോളം ആകുന്നു നമ്മൾ പിണങ്ങിയിരുന്നിട്ട്. അപ്പോൾ ആ ഒരു ഇണക്കം ഈ ഒരു വർഷത്തെ ഓണത്തിന് ആ ഒരു ഇണക്കമുണ്ട്. അപ്പോൾ അതൊന്നും നിലനിൽക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് 3 അനിയത്തിമാരുണ്ട്. അതിൽ ഒരനിയത്തിയാണ് ക്ഷണിച്ചേക്കുന്നത്. അപ്പോൾ ഇണക്കങ്ങളും പിടക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണല്ലോ. നമ്മളോട് ഇങ്ങോട്ട് മിണ്ടി സ്നേഹം ആയിട്ട് വരുമ്പോൾ നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. നാളെ നമ്മളിൽ ആരാ ജീവിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് എനിക്കോ അവക്കോ അല്ലെങ്കിൽ ഇണങ്ങിയിരിക്കുന്ന ആക്കോ മിണ്ടാൻ ആഗ്രഹിക്കുന്ന ആക്കോ ഒന്നും പിണങ്ങുന്നവർക്കൊന്നും ഒരു സങ്കടം വരാൻ ഇടവരുത്താതെ പോയി വരാം. അപ്പോൾ എല്ലായിടും ഓണാഘോഷം തകൃതിയായിട്ട് നടക്കുക. പുത്തനുടുപ്പുകളൊക്കെ ഇട്ട് ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാവരും വിരുന്നും പരുന്തും ഒക്കെ പോയി ഒക്കെ അടിപൊളിയാകുക. ഇവിടെയൊക്കെ പക്ഷെ ഓണമായിട്ട് നല്ല വെയിലാണ് കേട്ടോ, മഴയില്ല, നല്ല വെയിലാണ്. എനിക്ക് പ്രത്യേകിച്ച് അത്തപ്പൂടിയിലോ ഓണസദ്യ ഒരുക്കലോ ഇലയിട്ട് ഊണോ ഒന്നും ഇല്ലാത്തത് കാരണമാണ് ഞാനൊരു വീഡിയോയും ഓണത്തിനെ സംബന്ധിച്ച് ഇടാത്തത്. ആഘോഷങ്ങളുള്ളവർക്കല്ലേ അതൊക്കെ ഇടാൻ ഉള്ള ഇതുള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഞാൻ സാധാ എന്നതേം പോലെ തന്നെയാണ്. ചോറും ഉണ്ടായിരുന്നു, ഇത്തിരി സാമ്പാറും ഉണ്ടായിരുന്നു, ഒരു തോരനും ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ മീൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീൻ കറി മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അല്ലട കുട്ടി അപ്പോൾ ചോദിക്കും ഓണമായിട്ട് മീൻ മേടിച്ച് കറി വെച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓണമായിട്ട് പലയിടത്തും നേരത്തെയൊക്കെ ഞാൻ പോകുമ്പോൾ പല വീടുകളിലും ഓണമായിട്ട് ചിക്കൻ കറിയുണ്ട്, ബീഫ് കറിയുണ്ട്, മീൻ കറിയുണ്ട് ഒക്കെ വെച്ചിട്ടാണ് ഓണസദ്യ കഴിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പം നമുക്കതൊന്നും അത് കണ്ടിട്ടല്ല കേട്ടോ, നമുക്ക് ഓണം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ മീൻ കറി എടുത്തതും കഴിച്ചതൊക്കെ. ഓണം ആഘോഷിക്കാൻ ഈശ്വരൻ നമുക്ക് അതൊന്നും വിധിയൊന്നും തന്നിട്ടൊന്നുമില്ല. എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഓണാഘോഷമൊക്കെ നഷ്ടപ്പെട്ടിട്ട് കുറേ വർഷങ്ങളായ, അതുകൊണ്ട് ഓണാഘോഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഓണത്തിന് ആരാ എനിക്ക് ഓണക്കോടി എടുത്തു തരുന്നത്. ഞാനത് ഒരുപാട് ആൾക്കാർ വന്ന് ദേഷ്യപ്പെട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ നിൻ്റെ മക്കളോട് ചോദിക്കല്ലോ, നിൻ്റെ കെട്ടിയവനോട് ചോദിക്കല്ലോ, നീ ഇരക്കാൻ നടക്കുവാണോ, തെണ്ട നടക്കുവാണോ, തെണ്ടിയാണോ നീ ഡ്രസ്സ് ഇടുന്നത്? ആരും വാങ്ങിത്തരാൻ വേണ്ടിയിട്ടല്ല, ആരും വാങ്ങിച്ചു തരാനോ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കാനോ ഒന്നുമല്ല. ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട്. ഡ്രസ്സ് എടുത്ത് തരാം, അതേപോലെ തന്നെ ഡ്രസ്സ് വാങ്ങാൻ പൈസ അയച്ചു തരാം, ഗൂഗിൾ അക്കൗണ്ട് അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിപ്പണിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ, അല്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. അതാ ഒരു സ്നേഹം കൊണ്ട് നിങ്ങളോട് വന്ന് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അല്ലാതെ തെണ്ടി ഇറക്കൽ എനിക്ക് തെണ്ടുന്നതിനൊന്നും ഒരു മടിയും ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു വയ്യഴിക വന്ന് നിരങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വരുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്ക്
ഒരു നേരത്തെ വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിലും ഞാൻ റോഡിൽ കൂടെ തെണ്ടി നടക്കേണ്ട ഒരു അവസ്ഥ. മനുഷ്യന്റെ സാഹചര്യമാണ്, എപ്പോൾ വേണേലും മാറി മറിയാം. അതുകൊണ്ട് തെണ്ടലൊന്നും നമ്മൾ ഒരാളെയും പറയേണ്ട കാര്യമില്ല. ഇന്നീ പറയുന്ന നിങ്ങൾക്ക് നാളെ തെണ്ടൽ വരുത്തില്ല എന്നുണ്ടോ? ഉണ്ടോ? നാളെ നിങ്ങൾ തെണ്ടത്തില്ല എന്നുണ്ടോ? ഒരു നിമിഷം മതി ഈശ്വരനൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ഓണം അടിച്ചു പൊളിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഴയൊക്കെ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പം ഞാൻ നല്ല കണ്ടന്റ് വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പോൾ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ ഓണാശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക, പറ്റുന്നിടത്തോളം അടിച്ചു പൊളിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ എന്താണ്, അടുത്ത നിമിഷം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഉള്ള കിട്ടുന്ന സമയങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയിട്ടും ആരും സങ്കടപ്പെടാതിരിക്കുക, ആർക്ക് വേണ്ടിയും വേദനിക്കാതിരിക്കുക. പറ്റുന്നിടത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ആരുടെ കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്ര ആൾക്കാരുടെ ഒപ്പം നമ്മൾ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് പോവുക. അത്ര തന്നെ. ലൈഫ് അടിപൊളിയാക്കുക, ലൈഫ് കോഞ്ഞാട്ടയാക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.